അന്നബി ഹുറൈറ എന്തിനാ നിസ്കരിക്കും 5 നേരം കൃത്യം അവ്വൽ ജമാഅത്തിനാണ്. ഗാനമേള നടത്തുന്നവർക്കുണ്ടാവും അവ്വൽ ജമാഅത്തിന് ഫസ്റ്റ് സഫയിൽ. എല്ലാം കേൾക്കണം, നിങ്ങൾ കേൾക്കണം. ഹദീസ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന്നഹു ഖാല റസൂലുള്ളാഹി റസൂലുള്ളാഹി പറഞ്ഞു യുംസഹു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മ ഫീ ആഖിരിസ് സമാൻ, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവസാന കാലഘട്ടത്തിൽ കോലം മറിക്കപ്പെടും. ഖിറദതൻ വഖനാസീർ. ആരാ പറയുന്നതിന് ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഹബീബ് കളവ് പറയാറില്ലെന്നാ ഹബീബായ റസൂലുള്ളാഹിന്റെ കൊടിയ ശത്രുവായിരുന്ന സമയം അബൂ സുഫിയാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. മുഹമ്മദ് കളവ് പറയാറില്ലെന്ന് പറഞ്ഞതാരാ? റസൂലുള്ളാഹിന്റെ കൊടിയ ശത്രുവായിരുന്ന സമയത്ത് അബൂ സുഫിയാന, ആ നാട്ടുകാരനാ. കേൾക്കണം നിങ്ങൾ. എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ലോകാവസാനമാകുമ്പോൾ അവർ കുരങ്ങുകളായി പന്നികളായി കോലം മറിക്കപ്പെടും. ഖാലൂ, ഇത് അവർ പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അലൈസ യശ്ഹദൂന ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ നബിയേ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ വിശ്വസിക്കുന്നില്ലയോ നബിയേ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ബലാ, അവർ മുസ്ലിങ്ങൾ തന്നെയാണ്. വയസുമോ, റമദാനിൽ അവർ നോമ്പ് നോൽക്കുന്നുണ്ട്. വയസ്സല്ലാ, 5 നേരത്തെ നിസ്കാരം അവർ നിർവഹിക്കുന്നുണ്ട്. പരിശുദ്ധ കഅബയിൽ പോയി ഹജ്ജ് ചെയ്ത് ഹാജിയാരായ ആള് തന്നെയാണ്. പക്ഷേ ഖാലൂ, സ്വഹാബികൾ ചോദിച്ചു, ഫമാ ബാലുഹും, നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ വിശ്വസിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനാണ് അവരെ കുരങ്ങുകളായി പന്നികളായി മറിക്കപ്പെടുന്നത്? ഖാല, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖദുൽ മആസിബ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. റബ്ബേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അക്ഷരം പ്രതി അനുസരിച്ചതാണ്. 3 സഹോദരങ്ങൾ കൊടുത്തയച്ചത്. അൽഹംദുലില്ലാഹ്, ഒരു സഹോദരി പറഞ്ഞ വാക്ക് അപ്പം തന്നെ പാലിച്ചത്. റബ്ബേ, നീ ഖബൂൽ ചെയ്യ, റബ്ബേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. 3 സഹോദരങ്ങൾ ഒന്നിച്ച ഉപ്പാന്റെ കയ്യിൽ കൊടുത്തയച്ചതാണ്. അല്ലാഹുവേ, ആ കൈകളെ മുഴുവൻ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിച്ചു, നബിയേ, പിന്നെ എന്തിനാണ് അവർ കുരങ്ങുകളായി മറിക്കപ്പെടുന്നത്? കേൾക്കണം, തങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞ ഇത്തഖദുൽ മആസിഫ്, അവർ വാദ്യമേളങ്ങൾ തങ്ങളുടെ വീടുകളിൽ സംഘടിപ്പിച്ചവരാണ്. വദ്ദുഫൂഫ് വൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്നവരാണ്. നല്ല ശ്രദ്ധിക്കണം, ടിവി തുറക്കുമ്പോൾ തലയുടെ ഭാഗത്ത്, ആ പഴയുടെ ഭാഗത്ത് അർദ്ധനഗ്നകളും പൂർണ്ണനഗ്നകളുമായ പെൺകുട്ടികൾ ഇരുന്നിട്ട് തുള്ളിച്ചാടുകയാ. എന്റെ പ്രിയമുള്ള സഹോദരാ, വീട്ടിൽ കൂടുമ്പോൾ വിശുദ്ധമായ ഖുർആൻ വീട്ടിലേക്ക് ആദ്യമായി കൊണ്ടുപോകാൻ വാങ്ങിവെച്ചിട്ടുണ്ട്. പക്ഷേ ആ മുസഹബ് നിന്റെ പുതിയ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നതാരാ? ടിവിയല്ലേ കടന്നു വന്നത്. അതിന് കുപ്പായമിട്ട് കൊടുത്തോ, അതിന്റെ കണ്ണനി കെട്ടിക്കൊടുത്തോ, അതിന്റെ സ്ക്രീൻ പൊടിപടലങ്ങൾ പടരാതിരിക്കാനായി എല്ലാ സംവിധാനവും ചെയ്തു. അതിനിരിക്കാൻ നല്ല ഒരു സ്റ്റാൻഡും നീ വെച്ചു കൊടുത്തു. മാത്രമല്ല, നീ നിന്റെ പുതിയ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഈ ആൾ നിന്റെ വീട്ടിന്റെ അകത്ത് സ്ഥാനം പിടിച്ചില്ലേ? അർദ്ധനഗ്നകളായ പൂർണ്ണനഗ്നകളായ പെൺകുട്ടികളെ ചിത്രങ്ങൾ നമ്മുടെ വീട്ടിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത് പെൺകുട്ടികൾ പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന ആ കാലമായാൽ അവരവരുടെ കളിതമാശയിലും മദ്യപാനത്തിലും കഴിഞ്ഞുകൂടുമ്പോഴാണ് അവർ കുരങ്ങുകളും പന്നികളുമായി കോലം മറിക്കപ്പെട്ടു പോയിട്ടുണ്ടാകുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം